സിറാജ്, സുപ്രഭാതം എന്നീ രണ്ട് പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിൽ വന്ന് വലിയൊരു വിവാദമായിട്ട് മാറി. കാരണം ഒരു കാരണവശാലും പാലക്കാട് സരിൻ ജയിക്കുകയില്ല എന്ന കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് CPM-കാർക്ക് അറിയാം. ഗോവിന്ദ മാഷിനും അറിയാം, പിണറായി വിജയനും അറിയാം. പാർട്ടിക്ക് ഒരു നേർച്ചക്കോഴിയാണ് വേണ്ടിയിരുന്നത്. അവർ സരിനിൽ ഒരു നേർച്ചക്കോഴിയെ കണ്ടെത്തി. ഏതൊരു ബുദ്ധിമോശമാണ് എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഇത് ഒറ്റ നോട്ടത്തിൽ ഒറ്റ കേൾവിയിൽ ബുദ്ധിമോശമായിട്ട് തോന്നുമെങ്കിൽ CPM നേതാക്കളുടെ ആഞ്ഞ ബുദ്ധിയാണ് ഈ പരസ്യത്തിൻ്റെ പുറകിൽ എന്ന്. ഇവരുടെ ഉദ്ദേശം മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുക എന്നല്ല. ഇവരുടെ ഉദ്ദേശം ഈ കുളം പരമാവധി കലക്കുക എന്നല്ല. അങ്ങനെ 10 വോട്ട് കിട്ടുക എന്നല്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം, അതായത് വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ സരിൻ്റെ പരസ്യങ്ങൾ സിറാജ്, സുപ്രഭാതം എന്നീ രണ്ട് പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിൽ വന്ന് വലിയൊരു വിവാദമായിട്ട് മാറി. ആളുകൾ വിചാരിച്ചത് ഇത് മുസ്ലിം സമുദായ അംഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടും RSS വരുന്നേ എന്നൊരു വലിയ ഉമ്മാക്കി കാണി മുസ്ലിങ്ങളെ LDF-നോടൊപ്പം ചേർത്ത് നിർത്താനും അതുവഴി സരിനെ ജയിപ്പിക്കാനും വേണ്ടി CPM-കാർ ഏതൊരു ബുദ്ധിമോശമാണ് എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഇത് ഒറ്റ നോട്ടത്തിൽ ഒറ്റ കേൾവിയിൽ ബുദ്ധിമോശമായിട്ട് തോന്നുമെങ്കിലും CPM നേതാക്കളുടെ ആഞ്ഞ ബുദ്ധിയാണ് ഈ പരസ്യത്തിൻ്റെ പുറകിൽ എന്ന് അല്പമൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു കാരണവശാലും പാലക്കാട് സരിൻ ജയിക്കുകയില്ല എന്ന കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് CPM-കാർക്ക് അറിയാം. ഗോവിന്ദ മാഷിനും അറിയാം, പിണറായി വിജയനും അറിയാം. പാലക്കാട്ട് ജയിക്കണമെന്ന് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും യുവ നേതാവിനെ, നല്ല പ്രതിച്ഛായുള്ള ഒരാളെ അവിടെ നിർത്തുകയും നല്ലപോലെ ഒരു മത്സരം സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പോലും ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കാലുമാറി വന്ന സരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടിക്ക് ഒരു നേർച്ചക്കോഴിയാണ് വേണ്ടിയിരുന്നത്. അവർ സരിനിൽ ഒരു നേർച്ചക്കോഴിയെ കണ്ടെത്തി. അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. ഒരു വഴിപാട് പോലുള്ള മത്സരം എന്ന് വിചാരിച്ചാൽ മതി. സരിൻ 3-ാം സ്ഥാനത്താണ്, ഒരു സംശയമില്ല. ഈ പരസ്യമല്ല, ഇതിലും വലിയ പരസ്യം കൊടുത്താലും മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് പറയത്തക്ക വോട്ടൊന്നും ഇന്നത്തെ നിലയ്ക്ക് CPM-ന് കിട്ടുകയില്ല. പക്ഷേ സംസ്ഥാനത്തെ പൊതുവായ ഒരു സാമുദായിക ധ്രുവീകരണത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ UDF-നാണ്. അതേസമയത്ത് തന്നെ UDF മുസ്ലിങ്ങളെ അമിതമായി പ്രീണിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, മറ്റ് സമുദായങ്ങളെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിലുണ്ട്. അത് ചെറിയ പരിധി വരെ സ്വയമേ ഉണ്ടായതും കുറേയൊക്കെ നമ്മുടെ നാട്ടിലെ ചില വൈദികന്മാരും മറ്റ് താല്പര്യ കക്ഷികളും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനിടയിൽ വലിയൊരു അരക്ഷിതത്വ ബോധം ഉണ്ട് ഈ മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട്. മുനമ്പത്തേത് ഒറ്റപ്പെട്ട ഒരു പ്രശ്നമേ അല്ല. അത് കത്തോലിക്ക സഭ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് മുനമ്പത്ത് സംഭവിച്ചത് നാളെ കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും സംഭവിച്ചേക്കാം എന്ന ഭയം പൊതുവെയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് വഖഫ് നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്, അത് ഭേദഗതി ചെയ്തത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ BJP കൊണ്ടുവരുമെന്ന് പറയുന്ന ഭേദഗതി എതിർക്കുന്നത് പ്രധാനമായിട്ട് കോൺഗ്രസ്സാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിനോടാണ് പൊതുവെ ക്രൈസ്തവർക്ക് വലിയൊരു തോതിൽ എതിർപ്പുള്ളത്. ഹിന്ദുക്കളുടെ സ്ഥിതി ഒട്ടും വ്യത്യാസമല്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം സംജാതമാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ട്, ആ ക്രിസ്ത്യൻ വോട്ടിൻ്റെ തോത് വല്ലാതെ കുറയാൻ സാധ്യതയുണ്ട്. അതിൽ ഒട്ടും ചെറുതല്ലാത്ത ഒരു ഭാഗം വോട്ട് മറുഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുറച്ചൊക്കെ LDF-ലേക്ക് പോകും, കുറച്ച് BJP-യിലേക്കും പോയേക്കാം. ക്രൈസ്തവർ അങ്ങനെ BJP-ക്ക് വോട്ട് ചെയ്തു വരും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരുടെ വോട്ട് ചെയ്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്നത് എതിർ പാർട്ടിക്ക് ആയിപ്പോവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനൊരു സാധ്യതയാണ് CPM മുന്നിൽ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പ്രധാനം. അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരസ്യം കൊടുത്തത്. ഇതിൽ മറ്റൊരു വശവും കൂടിയുണ്ട്. മുസ്ലിം ലീഗിനോട് ഐക്യപ്പെടാത്ത സംഘടനകളും വ്യക്തികളുമാണ് ഇപ്പോൾ ഈ വഖഫ് വസ്തുക്കൾ ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് ഉറക്കെ പറയുന്നു. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഒന്ന്, EK സമസ്തയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. പാണക്കാട് തങ്ങളോടോ മുസ്ലിം ലീഗിനോടോ എന്താണ് അതിൻ്റെ കീഴ്പ്പെടാത്ത ഒരു വിഭാഗം. പിന്നെ പണ്ട് മുതൽ തന്നെ ഇതിനോട് എതിരായി നിൽക്കുന്ന AP വിഭാഗം. അപ്പോൾ ഈ രണ്ട് വിഭാഗക്കാരുടെ പത്രങ്ങളിലാണ് ഈ പരസ്യം വന്നിട്ടുള്ളത്. ആ പരസ്യം വന്നുകൊണ്ട് സരിന് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനൊരു പരസ്യം വന്നതുകൊണ്ട് സാമുദായിക ധ്രുവീകരണം ഒന്നുകൂടി ശക്തിപ്പെടും എന്ന് മാത്രം. പിന്നെ അതിന് ശക്തമായിട്ട് നിൽക്കുന്ന ഒന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത പാർട്ടിയാണ്. ഇവരുടെ ഉദ്ദേശം മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വഖഫ് സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കറിയില്ല EK സമസ്ത എന്താണ്, AP സമസ്ത എന്താണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, താത്വികമായിട്ട് എന്താണ്, പ്രത്യയശാസ്ത്രപരമായിട്ട് എന്താണെന്ന് ജനങ്ങൾക്കറിയില്ല. അവർ നോക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നു.
അതേസമയത്ത് തന്നെ മുസ്ലിങ്ങളിൽ വേറൊരു വിഭാഗം ഇത് പ്രശ്നം തീർക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഒരു ഇമ്പ്രഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയുമാണ്. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ ഇന്ത്യൻ നാഷണൽ ലീഗ് ആവശ്യപ്പെട്ടല്ലോ, അല്ലെങ്കിൽ AP ഗ്രൂപ്പ് ആവശ്യപ്പെട്ടല്ലോ, EK ഗ്രൂപ്പിലെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം ആവശ്യപ്പെട്ടല്ലോ ഈ രാജ്യത്തൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവരാരും വിചാരിച്ചാലും ഈ മുനമ്പത്തുകാരെ കുടിയേർക്കാനും പറ്റിയില്ല. പക്ഷേ സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കാൻ ഇവർ വിചാരിച്ചാൽ ധാരാളമായിട്ട് പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരസ്യം കൊടുത്തത് തന്നെ. അത് സന്ദീപ് വാര്യരോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ മതേതരത്വത്തോടുള്ള താല്പര്യമൊന്നുമല്ല. ഇവരുടെ ഉദ്ദേശം ഈ കുളം പരമാവധി കലക്കുക എന്നുള്ളതാണ്. അങ്ങനെ 10 വോട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശം കൂടി വച്ചിട്ടാണ് ഈ പരസ്യം കൊടുത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാവിയിലേക്കുള്ള മുൻകൂട്ടിയുള്ളൊരു ഏറാണ്. കാര്യം ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഫലം പുറകെ കിട്ടും എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ദേശീയവും സാർവദേശീയവും പ്രാദേശികവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും സമയാസമയങ്ങളിൽ മാറി മാറി ഉപയോഗിക്കുന്നതിൽ ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPM-ന് പ്രത്യേകമായിട്ടൊരു ബിരുദമുണ്ട്. പണ്ട് ഈ സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കിയപ്പോൾ സദാമിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് EMS നമ്പൂരിപ്പാട് ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതുന്നുണ്ടായിട്ട്. നമ്പൂരിപ്പാടിൻ്റെ ലേഖനം വായിച്ച് ജോർജ് ബുഷ് പേടിക്കില്ലെന്ന് നമുക്കറിയാം. സദാം ഹുസൈൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ പൊതുവേ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇറാഖിനെ പിന്തുണയ്ക്കുന്ന പാർട്ടി CPM ആണെന്നും പിന്തുണയ്ക്കുന്ന പത്രം ദേശാഭിമാനിയാണ് എന്നും. അത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണം ചെയ്തു. 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 14-ൽ 13 ജില്ലകളിലും LDFന് ഭൂരിപക്ഷം കിട്ടിയ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ളൊരു സംവിധാനമാണ് LDFൻ്റേത്. അപ്പോൾ സന്ദീപ് വാര്യർ ഇപ്പോൾ കൂറുമാറി. അദ്ദേഹം BJP-യിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയി. അദ്ദേഹം LDF-ലേക്കാണ് വന്നെങ്കിൽ അദ്ദേഹത്തെ 2 കൈ നീട്ടി സ്വീകരിച്ചാണ്. UDF-ലേക്ക് പോയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പതിത്വം ആയി എന്ന് പ്രഖ്യാപിക്കുകയും കോൺഗ്രസ്സിന് അതിൻ്റെ പാപഭാരം ഏൽപ്പിച്ചു കൊടുക്കുകയും അതുവഴിക്ക് മുസ്ലിം ന്യൂനപക്ഷത്തെ എതിരാക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അത് വേണ്ടത്ര ഫലിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അവർ മറ്റൊരു തരത്തിൽ ഇതിനെ ദുർവിനിയോഗം ചെയ്യും. അപ്പോൾ മുനമ്പുമായിട്ട് കൂടി കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു.